വിവാദങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ശക്തിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉള്ളത് തന്നെയാണ്, സത്യമാണ്, നേരത്തെ അത് ഉള്ള സത്യമാണ്. തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പറയുന്നത്. അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട്. അതായത് ലോകം മൊത്തം ഈ ഊർജ്ജത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ എപ്രകാരമാണോ സൂര്യൻ്റെ ഊർജ്ജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലഭിച്ചിരിക്കുന്ന ശക്തി, യോഗീശ്വരൻ്റെ ശക്തി. തീർച്ചയായിട്ടും അതിൻ്റെ ഊർജ്ജവും അതിൻ്റെ ശക്തിയും എല്ലാവർക്കും അനുഗ്രഹമായിട്ട് എല്ലാവരിലും, അതായത് ആരെല്ലാമാണോ ഇതിനെ സ്മരിച്ചും ഇതിനെ വണങ്ങിയും ഇതിനെ അത്ര വ്രതശുദ്ധിയോടുകൂടി ശരിക്കും ഇതിനെ ദർശനത്തിന് വരുന്ന ഇനി 41ാമത്തെ ദിവസം ലിംഗപ്രതിഷ്ഠയാണ്, ശിവരാത്രിയാണെന്ന്. നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ്, ചെറുതല്ല വലിയ തെറ്റ്. കാരണം നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. ജനങ്ങളുടെ അന്ധവിശ്വാസം ഒരു കച്ചവടമാക്കി മാറ്റാൻ തയ്യാറെടുക്കുന്ന ജനങ്ങളെ നമ്മൾ നമ്മുടെ ചുറ്റുപറ്റത്തെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോപൻ സ്വാമി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദങ്ങളുണ്ടായത്. ഇവിടെ കാശടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ അവിടേക്ക് തീർത്ഥാടകരായിട്ട് കൊണ്ടുവന്ന് കാശടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാർഗമാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സമാധി എന്നുള്ളത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. അതിൽ ബുദ്ധിയില്ലാത്ത, ഇപ്പോഴും ഈ ഇവർ പറയുന്നതൊക്കെ അങ്ങ് അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ചിലവന്മാർക്ക് മാത്രമേ ഇതെന്തുവാണെന്ന് ഇതുവരെ മനസ്സിലാകാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യ ദൈവങ്ങളെ വാഴ്ത്തുക, അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ഇതൊരു മതത്തിലല്ല, എല്ലാ മതത്തിലും ഈ ഒരു സംഭവമുണ്ട്. മനുഷ്യരെ മനുഷ്യ ദൈവങ്ങളായിട്ട് മാറ്റുകയാണ്. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഈ പറയുന്ന ഗോപൻ സ്വാമിയെയും ഇത് തന്നെയാണ് ചെയ്തത്. മക്കൾ ഇതിനു വേണ്ടിയാണ് പരിശ്രമിച്ചതും. 2 വർഷമായിട്ട് കിടക്കെ കിടന്ന ആള്, അവിടെ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആള് എങ്ങനെ പോയി ഇവർ പറഞ്ഞ ഈ സമാധിക്കകത്ത് പോയി കുത്തിയിരുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ? അവർ പറയുന്ന പ്രകാരം കഞ്ഞിയും കുടിച്ച് BP-യുടെ ഗുളികയും കഴിച്ചിട്ടാണ് പുള്ളിക്കാരൻ അവിടെ പോയി ഇങ്ങനെ സമാധിയായി ഇരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതാണോ അവിടെ സംഭവിച്ചത്? ഇതിൻ്റെ അകത്തൊരു ദുരൂഹതയുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ പറഞ്ഞു വന്നപ്പോൾ എല്ലാം കൂടെ അങ്ങനെ കുഴച്ചൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. അതുമാത്രവുമല്ല, ഈ പറയുന്ന ഗോപൻ സ്വാമിയെ ഇത്ര വാഴ്ത്തിപ്പാടാനായിട്ട് അദ്ദേഹം ഒരു ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. അതുമാത്രവുമല്ല, 7 പേരെ വെട്ടിയ കേസിലെ ഒരു പ്രതി കൂടിയാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ സ്വാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാധിയിൽ കയറി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും പറ്റത്തില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാൾവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, നെയ്യാറ്റിൻകരയിൽ സമാധിയിരുത്തിയ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടെങ്കിലും മരണകാരണം ഇതാണോ എന്നത് വ്യക്തമല്ല. ആന്തരികാവയവങ്ങളെ രാസപരിശോധന റിപ്പോർട്ട് വന്ന ശേഷമേ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകൂ. കാലിലെ മുറിവ് പ്രമേഹത്തെ തുടർന്നുണ്ടായതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇനിയും രാസപരിശോധന റിപ്പോർട്ട് വരണം. ഇത് മരണകാരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിത്തിരിവിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ആ രീതിയിൽ അത്രയ്ക്ക് അങ്ങനെ മരണകാരണം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി, ഗോപന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങളാണ് പ്രധാനമായി റിപ്പോർട്ട് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന് കാലുകളിൽ മുറിവുണ്ടായിരുന്നു. അത് ഈ പ്രമേഹ രോഗികൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള മുറിവാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അസ്വാഭാവികതയൊന്നും കാണാൻ കഴിയില്ല. പ്രമേഹത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു മകൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. പ്രമേഹത്തെ തുടർന്ന് ഉള്ള പരിശോധന, പല പ്രമേഹത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഹൃദയവാൽവുകൾക്കും തകരാറുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഹൃദയവാൽവുകൾക്കും തകരാറുണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ആന്തരിക പരിശോധന ഫലത്തിന്റെ പ്രധാന വരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാകും എന്താണ് യഥാർത്ഥ കാര്യം എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാവുക. ഇവിടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വാൾവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലോക്കുള്ള മനുഷ്യൻ അവിടെ കണ്ട് കിടന്ന് മരിച്ചതാണെന്ന് തോന്നുന്നത്. ആ മരിച്ച ആളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി, ചമണപ്പൂട്ടൊക്കെ ഇരുത്തി അവിടെ അവർ സമാധി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തു ആയാലും ഇതിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ ആ ഒരു പരിശോധന റിസൾട്ടൂടെ വന്നാൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ ഭസ്മം ഉള്ളിൽ ചെന്നിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ, അങ്ങനെ വല്ലതായിരിക്കും മരണപ്പെട്ടത്. പിന്നെ അല്ലെങ്കിൽ ഇദ്ദേഹം കട്ടിലിൽ കടന്നുകൊണ്ട് തന്നെ മരിച്ചു കാണും. മക്കൾ എടുത്തോണ്ട് പോയി അദ്ദേഹത്തെ ആ സമാധിയിൽ വെച്ച് കാണും. ഇതേ ഉള്ളൂ നടക്കാനായിട്ടുള്ള സാധ്യത. എന്തായാലും ഇതിനെക്കുറിച്ച്, അതായത് ഇവർ ഈ ആരെയും അറിയിക്കാതെ ഈ ഒരു സമാധി നടത്തിയതിനെക്കുറിച്ച് ആ സ്വാമിജി വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ സ്വാമിജിക്ക് കുറച്ചൊക്കെ വിവരമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ സ്വാമിജി പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കി. നേരത്തെ ചോദിച്ചതാണ്, കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോയിട്ടുണ്ട്. കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ്, ചെറുതല്ല വലിയ തെറ്റ്. കാരണം നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അല്ല സ്വാമി, ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അവർ അശുദ്ധിയാണ് പറഞ്ഞത്, ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നത്. അതിലെത്രത്തോളം അല്ല, നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എടുത്തതോ അതിനെന്ത് പറയുന്നു?
പിന്നെ തല്ലിയിട്ട് അടിക്കല്ലാരും കേട്ടോ. അല്ല അങ്ങനെ ചോദിക്കും മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചാനലിൽ ഒരു ന്യൂസിലും വന്നിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ച ചാനൽ അത്രേ ഉള്ളൂ. അല്ല ഡോക്ടർ തൊട്ടാൽ ഇവിടെ ഈ പുറകെ നിന്നിട്ട് ആ ചേട്ടൻ പറയുന്നുണ്ടല്ലോ മക്കളാരും പറഞ്ഞിട്ടില്ലെന്ന്. മക്കളൊക്കെ പറഞ്ഞതാ തൊട്ടാ അശുദ്ധിയാവും എന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ സ്വാമിജി പറയുന്നുണ്ട് എന്നെ എടുത്തിട്ട് അടിക്കല്ലത്, കാരണം പുള്ളിക്കാരൻ സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സത്യം പറയുമ്പോഴത്തേന് എന്നെ ആരും അടിക്കല്ലേ എന്ന് ഇവിടെ സ്വാമിജിയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ സ്വാമിജിക്ക് ഏതാണ്ടൊക്കെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്തായാലും സ്വാമിജി ബാക്കി പറയട്ടെ. പരമായിട്ട് ആദ്യം നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട്. അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല. അതൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ആരെയും അറിയിച്ചില്ല, മെമ്പറെ പോലും അറിയിച്ചില്ല. ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം. ആ ബോഡി എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത്, പക്ഷെ പിടിച്ച് കിടത്തി കളഞ്ഞു. എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നു. അപ്പോൾ എൻ്റെ മാമൻ പിടിച്ച് കിടത്തി. ഞാൻ ധരിച്ചത് എൻ്റെ അച്ഛൻ്റെ സമാധി അച്ഛൻ്റെ ആ ഇതിൽ വരുമ്പോൾ അച്ഛൻ തുള്ളാൻ പോകണമെന്നാണ് വിചാരിച്ചത്. അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിക്കുന്ന. ഇവിടെ ഈ പറയുന്ന സ്വാമിജി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. നിങ്ങളൊരു ഡോക്ടറെയാലും വിളിച്ചുകൊണ്ട് വന്ന് അതൊന്ന് പരിശോധിക്കണമായിരുന്നു, മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ ഈ സ്വാമിജി പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ അതിനൊന്നും ഈ പറയുന്ന മക്കളോ അമ്മയോ ഒന്നും മുതിർന്നില്ല. അവർക്ക് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനൊന്ന് സമാധിയായി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് തീർത്ഥാടകരെ കൊണ്ടുവരാനായിട്ട്. തീർത്ഥാടകരെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ കുറച്ച് ചിക്കിലിയൊക്കെ അടിച്ചു മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് കുറച്ച് ചിക്കിലിയൊക്കെ വേണം, ഇവർ തന്നെ അവിടുത്തെ പൂജാരിമാരായി മാറണം എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. നടന്നില്ലെങ്കിൽ പോലും ഈ ഒരു വിവാദങ്ങൾ വന്നില്ലെങ്കിൽ പോലും സമാധി എന്ന് പറയുന്ന ഒരു യോഗീശ്വരനായി മാറിയ ആള് അതിനുശേഷം ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കള്ളം പറയുകയല്ല വേറെ ഒന്നും. ആ സമാധി എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അത് ആ സമാധിയാണ്, ശക്തിയാണ്. അതായത് ഇവിടുത്തെ മന്ത്രമൂർത്തിയാണ് യോഗീശ്വരൻ. ആദ്യം മുതലേ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൽ ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശക്തിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉള്ളത് തന്നെയാണ്, സത്യമാണ്, നേരത്തെ അത് ഉള്ള സത്യമാണ്. ഇവിടെ ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയും അവിടേക്ക് തീർത്ഥാടകരെ കൊണ്ടുവരികയും എന്നുള്ള കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഒരു കഥ അങ്ങോട്ട് ഉണ്ടാക്കും. കുറേ പൊട്ട വിശ്വാസികൾ ഇത് വിശ്വസിക്കും. അങ്ങനെയാണ് ഈ ഒരു സംഭവം വളർത്തിക്കൊണ്ട് വരാൻ പോകുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന ഗോപൻ സ്വാമി ഏതെങ്കിലും ഒരു വലിയ സ്വാമിയായിട്ട് മാറും. ഈ സമാധി വലിയ രീതിയിൽ അറിയപ്പെടും. അതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും മകൻ ബാക്കി പറയട്ടെ. തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പറയുന്നത്. അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട്. അതായത് ലോകം മൊത്തം ഈ ഊർജ്ജത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ എപ്രകാരമാണോ സൂര്യൻ്റെ ഊർജ്ജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ശക്തി, യോഗീശ്വരൻ്റെ ശക്തി. തീർച്ചയായിട്ടും അതിൻ്റെ ഊർജ്ജവും അതിൻ്റെ ശക്തിയും എല്ലാവർക്കും അനുഗ്രഹമായിട്ട് എല്ലാവരിലും, അതായത് ആരെല്ലാമാണോ ഇതിനെ സ്മരിച്ചും ഇതിനെ വണങ്ങിയും ഇതിനെ അത്ര വ്രതശുദ്ധിയോടുകൂടി ശരിക്കും ഇതിനെ ദർശനത്തിന് വരുന്ന ഇനി 41ാമത്തെ ദിവസം ലിംഗപ്രതിഷ്ഠയാണ്, ശിവരാത്രിയാണെന്ന്. അത് തീർച്ചയായിട്ടും അത് ശക്തിയായി തന്നെ നിലകൊള്ളും. വരുന്നവർക്കെല്ലാം ഐശ്വര്യവും അതിനോടൊപ്പം വരപ്രാപ്തി എല്ലാം ലഭിക്കുന്നതായിരിക്കും. മംഗളദായകനായിട്ടായിരിക്കും ഇനി ഇവിടം അദ്ദേഹം വിരാജിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയൊരു ക്ഷേത്രമായി അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പണ്ടേ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ അച്ഛൻ ആധാരശില കല്ലിട് കർമ്മം അച്ഛനാണ് നടത്തിയത്. അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മഹാക്ഷേത്രമായി മാറും. പിന്നെ അത് പക്ഷെ കാലങ്ങളോളം എടുക്കും എന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കാലമെടുത്തതാവുമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ശരിയാ. അവിടെ വരുന്നവർക്കൊക്കെ സമ്പൽ സമൃദ്ധിയും അതോടൊപ്പം തന്നെ എല്ലാ സംഭവവും കിട്ടും. ഈ പറയുന്ന മക്കൾ ഇനി അവിടെ ഒരു വഞ്ചിയൂടെ കൊണ്ടുവച്ചാൽ മതി, വരുന്നവരൊക്കെ കൊണ്ടുവന്ന് പൈസ ഇട്ട് തരും. അങ്ങനെ നിങ്ങൾ സമ്പൽ സമൃദ്ധിയാവും, അല്ലാതെ വരുന്നവരാരും സമ്പൽ സമൃദ്ധിയൊന്നും ആവത്തില്ല. എന്ന് വെച്ചുകൊണ്ട് ആരും വരുത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ആൾക്കാർ ഒഴുകിയെത്തും. ഈ പറയുന്ന ഗോപൻ സ്വാമിയെ എടുത്ത് അങ്ങ് മണ്ടേ കയറ്റി വെച്ച് ഗോപൻ സ്വാമി എന്തോ വലിയ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലാണ് ഇദ്ദേഹം കേസിലെ പ്രതിയാണ്. അതുമാത്രമല്ല ഇദ്ദേഹം സമാധി ആയെന്ന് മക്കൾ പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ അയൽവക്കക്കാർ പറയുന്നു ഇദ്ദേഹം ആ കട്ടിൽ 2 വർഷം കൊണ്ട് കിടപ്പിലായിരുന്നു എന്ന്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം പോയിരുന്ന് അവിടെ സമാധി ആയെന്നുള്ളതൊക്കെ ദുരൂഹത നിറഞ്ഞതാണ്. ഇപ്പോൾ എന്തായാലും ഒരു പ്രാഥമിക റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയവാൽവുകളിൽ 2 ബ്ലോക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയും വരാനുള്ളത് രാസപരിശോധനയുടെ റിസൾട്ടാണ്. ഇത് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം അറിയാം, ഈ മക്കൾ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും